തീർച്ചയായിട്ടും ആർക്കാണ് കൊണ്ട് പേടിയില്ലാത്തത് ഈ PR കാര്യത്തിൽ? നമസ്കാരം ഗൈസ്, ഞാൻ എൻ്റെ കുറച്ച് പെർസെപ്ഷൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കുറച്ച് പഴയ എപ്പിസോഡ്സും പഴയ സീസണായിട്ട് ഞാൻ കണക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കത് കുറച്ചും കൂടിയും കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആര്യൻ പുറത്തിറങ്ങിയതിന് ശേഷം അഞ്ജനായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഒരു 1.5 മണിക്കൂറത്തെ ഇന്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം തന്നെ ഞാൻ ആദ്യം ബ്രേക്ക് ചെയ്ത് സംസാരിക്കാം, പിന്നെ കൺക്ലൂഡ് ചെയ്ത് സംസാരിക്കാം. ഫസ്റ്റ് ഞാൻ ബ്രേക്ക് ചെയ്യുന്നത്, ഈവൻ നിങ്ങൾക്ക് പലർക്കും തോന്നിയോന്ന് അറിയില്ല, എയർപോർട്ടിൽ വന്നപ്പോഴും മീഡിയാസ് ആര്യന്റെ അമ്മോട് അനുവിനെ പറ്റി ചോദിച്ചപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. ദെൻ PR റിലേറ്റഡ് ആയിട്ട് ചോദിച്ചപ്പോൾ മീഡിയാസിന്റെ സ്വഭാവം അറിയാലോ, മാക്സിമം അവർക്ക് റീച്ചാണ് വേണ്ടത്. അപ്പോൾ സോ അങ്ങനത്തെ കോൺസ്റ്റ് ചോദ്യങ്ങൾ അവർ ചോദിക്കും. ഇവർ പറയുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി ചോദിക്കും. അതാണ് മീഡിയാസ് ചാനൽസ് എന്ന് പറയുന്നത്. അത് അങ്ങനെയാണ് അവരുടെ ചോദ്യം അങ്ങനെയാണ്. എല്ലാ ചാനൽസും അല്ല, ചില ചാനൽസിന്റെ ചോദ്യം ഭയങ്കര ശോകമാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ PR റിലേറ്റഡ് ആണെന്ന് ചോദിച്ചപ്പോൾ അവര് ആരുടെ PR ആണെന്ന് എടുത്തു പറഞ്ഞില്ല, പക്ഷെ there is a PR എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം അനുവിന്റെ PR-നെ ആര്യന് ഭയങ്കര പേടിയാണ്. അപ്പം ബൈ എന്ന് പറഞ്ഞാൽ അത് മാറ്റി പറയാനുള്ള ആൾക്കാരുകൾ പുറത്തുണ്ട്. അനുവിന്റെ PR-ന്റെ ടീം കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അനുവിനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യും, അതായത് ORM കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. സോ അനുവിന്റെ PR-നെ എനിക്ക് പേടിയാണ് എന്നാണ് പറഞ്ഞത്, ആര്യൻ പറഞ്ഞത്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനുവിന്റെ PR-ഓട് ആരെയും ഓടിച്ചിട്ട് തല്ലി വോട്ട് ചെയ്യിപ്പിക്കുന്നൊന്നുമില്ല. PR ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും PR ഉണ്ട് ഗൈസ്. അടുത്ത കഴിഞ്ഞ സീസണിലൊക്കെ PR ഉണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ മാത്രം PR-നെ ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് സംസാരിക്കുന്നത്, എസ്പെഷ്യലി അനുവിന്റെ PR-നെ ഇങ്ങനെ സ്ട്രെസ് എടുത്ത് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതൊരു ലേഡി ആയതുകൊണ്ടാണോ? ഒരു ലേഡിയുടെ PR ആയതുകൊണ്ടാണോ? ലേഡി ജയിക്കുന്ന പേടിച്ചിട്ടാണോ? അതല്ലെങ്കിൽ ആ ലേഡിയോടുള്ള ഹേറ്റ് സ്പ്രെഡിങ് കാരണമാണോ? ഡ്രാമ ഗേളാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, എല്ലാം സമ്മതിച്ചു തരുന്നു. ഓക്കെ, പക്ഷെ എന്നിരുന്നാൽ പോലും എല്ലായിടത്തും സംസാരിക്കുന്ന ഒരൊറ്റ പേരാണ് അനു. അത് തന്നെ വോട്ടിലോട്ടുള്ള ഒരു പാത്താണ്. ഓക്കെ, അപ്പം അനുവിന്റെ PR ആണ് ആര്യനെ പുറത്താക്കിയേ എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ ഒരു കഴിഞ്ഞ വീക്കിൽ ഏറ്റവും കൂടുതൽ അനുവിനെ പ്രൊവോക്ക് ചെയ്ത് ബുദ്ധിമുട്ടിച്ചതും ആരാണ്? നെവിനാണ്. വെള്ളം കുരുവിക്കുന്നു, ബോൾ എടുത്തെറിയുന്നു, പല കാര്യങ്ങളും സംസാരിക്കുന്നു, ഊതുന്നു. അപ്പൊ നെവിൻ അവിടെ നിന്നിട്ട് ആര്യം പുറത്തോട്ട് ഇറങ്ങിയത്. അപ്പൊ അതിനെന്താ പറയാനുള്ളത്? അപ്പൊ എവിടെ പോയി അനുവിന്റെ PR? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ക്രഷ് ഉണ്ടായിരുന്നു. അതിന് പറഞ്ഞ ഒരു എക്സാമ്പിൾ, സ്കൂളിലൊക്കെ ഉള്ള സമയത്ത് പെൺകുട്ടികൾക്ക് ക്രഷ് തോന്നിക്കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അക്സെപ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൊല്ലാനുള്ള ദേഷ്യം തോന്നും. അത്ര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേൾക്കുന്നത്. ആര്യന്റെ കുറച്ച് ചോക്ലേറ്റ് അമുൽ തോട്ട്സ് ആയിരിക്കും മേ ബി ഇത്. ആൻഡ് യുനോ ഇപ്പം പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക, ആര്യനെ പറ്റിയിട്ട് അനു പറഞ്ഞ അലിഗേഷൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ തിരിച്ച് സംസാരിക്കുന്നു. കാരണം അനു പറഞ്ഞ അലിഗേഷൻ അത് അലിഗേഷൻ ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇപ്പോഴും അത് പുറത്ത് വന്നിട്ട് തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സോ അതുകൊണ്ട് തിരിച്ചു പറയുന്നു. പക്ഷേ ഇതില് ഞാൻ അനുവിന് അങ്ങനെ ഇല്ല, അല്ലെങ്കിൽ ആര്യം പറഞ്ഞത് ശരിയാണ് എന്നൊന്നും പറയാൻ എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ലൈവ് കണ്ടവരോടും എപ്പിസോഡ് കണ്ടവരിലും എപ്പോഴെങ്കിലും അനുവിന് ആര്യനായിട്ട് ഒരു ക്രഷ്, ആര്യന്റെ പുറകെ നടക്കുന്നതായിട്ടോ ആര്യന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ടോ അനുവിന് ഒരു ക്രഷ് ഫീൽ തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു അനുവിന്റെ PR കൊണ്ടാണ് ഇറങ്ങിയെന്നുള്ളൊരു തോട്ട് വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ സീസണിലൊക്കെ PR ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും പല ആൾക്കാരുടെ അൺഫെയർ എവിക്ഷനിൽ ഒരാൾ പോലും ഈ PR-നെ എടുത്തിട്ടില്ല. അപ്പൊ PR ആരൊക്കെയാണെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആളുകൾക്ക് കണ്ടന്റ് കിട്ടിയാൽ, ആ കണ്ടന്റ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അനുവിന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 million എബോ ഫോളോവേഴ്സ് ഉണ്ട്, ഫാൻ ബേസ് വേറെ ഉണ്ട്. ഈ ബിഗ് ബോസിലൂടെ അല്ല അനുവിനെ എല്ലാവരും അറിയുന്നത്, അതിന് മുമ്പേ അനുവിനെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബിഗ് ബോസിൽ കയറുന്നതിന് മുമ്പ് അനു പല ഒരുപാട് പ്രേക്ഷകരുടെയും മനസ്സിൽ ഇടം നേടിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ ഒരു ഇഷ്ടം പല കുടുംബ പ്രേക്ഷകർക്കും, അതായത് വീട്ടമ്മമാർക്കും അനുവിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അപ്പോൾ അതൊരു വശത്ത്. ORM ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ORM എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി വരികയുണ്ടായിരുന്നു, ORM കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനെ കംപ്ലീറ്റ്ലി ആര്യന്റെ ഒരു അൺഫെയർ എവിക്ഷൻ. ശരിയാണ്, ആര്യൻ ഇറങ്ങേണ്ട സമയത്ത് ഇറങ്ങിയില്ല എന്ന് വിചാരിച്ച സമയത്ത് ഇറങ്ങുന്നു. അതിന്റെ ബാക്കിൽ അനു ആണ് എന്ന് പറയുന്നതിനോട് എനിക്ക് വലിയ ലോജിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ നെവിനാണ് അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. നെവിൻ അതിന്റെ അകത്ത് നിൽക്കുകയും ചെയ്യുന്നു, ആരും പുറത്തോട്ട് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സീസണിൽ ബിന്നി അനുവിന് നേരെ എറിഞ്ഞ ഒരു ശരമല്ല, അത് അമ്പാണ് ഈ 16 ലക്ഷത്തിന്റെ PR. അതിനുശേഷം എല്ലാവരും ഈ കുട്ടിയെ PR, അനു PR 14 ലക്ഷം. ഇനിയിപ്പോ കപ്പ് കിട്ടിയാലും ആ കൊച്ചവിടെ നിന്ന് കഷ്ടപ്പെട്ട് വാങ്ങിച്ചതിന്റെ പേരിലായിരിക്കില്ല 16 ലക്ഷത്തിന് വാങ്ങിച്ച കപ്പെന്ന് പറഞ്ഞുകൊണ്ടേ വരത്തുള്ളൂ. അങ്ങനെ ഒരു ദുരന്തം അറിഞ്ഞോ അറിയാതെ. ആൻഡ് അനുവിന്റെ ഭാഗത്തും തെറ്റുണ്ട്. അനുവും അവിടെ പലരോടും പറഞ്ഞു നടക്കുന്നുണ്ട് എനിക്ക് PR ഉണ്ട്. പക്ഷെ അതിങ്ങനെ ഉൾട്ടടിക്കുന്ന ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, ഒന്നും പറയാനുള്ള ഞാൻ പറയാം. ഇപ്പൊ 1 കോടിയുടെ PR കൊടുത്താലും അത് അവിടെ പ്രേക്ഷകരുടെ ഇഷ്ടം ആ
നിൽക്കുന്ന കണ്ടസ്റ്റന്റിന് പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം തോന്നിയില്ലെങ്കിൽ ഈ PR ഒക്കെ വെറും പരിഭവം. പിന്നെ ആര്യന് PR ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് ആ ഒരു PR ചേട്ടാ, നമ്മുടെ മലയാളത്തിന് ആ ഒരു PR ചേട്ടാ. ആയിക്കോട്ടെ. ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ ബിഗ് ബോസിൽ ഇപ്പൊ നാളെയാണ് നമ്മൾ കയറണമെന്നുണ്ടെങ്കിൽ ഇന്ന് പോലും നമ്മളോട് ചോദിച്ചു. അതായത് ഞാൻ ബിഗ് ബോസിലോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എയർപോർട്ടിൽ എത്തിയിട്ട് പോലും എനിക്ക് കോൾ വന്നിട്ട് ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞാണ് ഞാൻ. അപ്പൊ ചിലര് PR ഉണ്ടെങ്കിൽ എനിക്ക് PR ഇല്ല. പല കണ്ടസ്റ്റൻസും ഈവൻ എന്റെ സീസണിലുള്ള കണ്ടസ്റ്റൻസ് പോലും നട്ടാ മുളയ്ക്കാത്തെന്ന് പറഞ്ഞിട്ടുണ്ട് PR ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ്, എന്തും ആയിക്കോട്ടെ. എല്ലാവരോടും തുറന്ന് പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇവിടെ ഇപ്പോ ഈ ക്രഷിന്റെ കാര്യം എനിക്കറിയില്ല, നിങ്ങൾ കമന്റ് ചെയ്യുക. എപ്പോഴെങ്കിലും അനുവിന് അങ്ങനെ ഒരു ക്രഷ് ഫീൽ ഇതിൽ എപ്പിസോഡിൽ തോന്നിയിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഫീൽ തോന്നിയിട്ടുണ്ടോ? കാരണം പ്രേക്ഷകരാണല്ലോ ഇതിന്റെ എൻഡ് ഓഫ് ദ വൈബ് എന്ന് പറയുന്നത്. അത് പറയാ. പിന്നെ ആര്യൻ ഇറങ്ങിയത് അനുവിന്റെ PR കൊണ്ടല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നെവിനാണ് ഇറങ്ങേണ്ടതെന്നാണ് എന്റെ അഭിപ്രായം. നിങ്ങൾ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം.